ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി വെറും 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ്, നാളെ ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പൊങ്കാലയിടാൻ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഓൾറെഡി അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. കുറച്ച് പേരെങ്കിലും ഓൾറെഡി അവിടെ എത്തിച്ചേർന്നിട്ടും ഉണ്ടാകും. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ കാരണം വരാൻ സാധിക്കാത്ത, ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വരാനെല്ലാം പ്ലാൻ ചെയ്തിട്ടും വീണ്ടും അതിലേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടാകാം. ഇങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിൽ പൊങ്കാല ഇടാനായിട്ട് സാധിക്കും. വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. ഈ ഒരു പൊങ്കാല നിവേദ്യം നമ്മൾ ദേവിക്ക് അർപ്പിക്കുന്നത് വഴി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുകയും നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായിക്കോട്ടെ, ഇല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു സമയത്ത് അവിടെ എത്തിപ്പെടാൻ സാധിച്ചു എന്ന് വരില്ല. പ്രത്യേകിച്ച് എക്സാം ടൈമൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക്, അമ്മമാർക്ക് കുട്ടികളെ അങ്ങനെ തനിച്ച് വിട്ടൊന്നും പോകാൻ സാധിക്കില്ലല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ പൊങ്കാല ഇടാവുന്നതാണ്. ആത്മസമർപ്പണത്തോടെയും ശരിയായ പ്രാർത്ഥനയോടെയും നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ആറ്റുകാൽ ഭഗവതി നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരുന്നതായിരിക്കും. വീട്ടിൽ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വീടുകളിൽ എങ്ങനെയാണ് പൊങ്കാല നിവേദ്യം അർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ദിവസം ഒന്നുകൂടെ ഒന്ന് പറയാം. ഈ വരുന്ന 13-ാം തീയതി, അതായത് മാർച്ച് 13-ാം തീയതി വ്യാഴാഴ്ചയാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കേണ്ടത്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് വീട്ടിലും പൊങ്കാല ഇടാവുന്നതാണ്. പുല, വാലായ്മ പോലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിലില്ല, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കാവുന്നതാണ്. പൊങ്കാല ഇടുന്നവർ മുന്നേ തന്നെ വ്രതം പിടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വ്രതം പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ, അതായത് പൊങ്കാല ഇടുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ മുതൽ വ്രതം പിടിക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രം അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ശേഷം ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വേണം വ്രതം പിടിക്കാനായിട്ട്. മത്സ്യമാംസാദികൾ ഒന്നും തന്നെ കഴിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പൊങ്കാല ഇടുന്നത് കൊണ്ട് തന്നെ വീട്ടിലുള്ള മറ്റംഗങ്ങളും മത്സ്യമാംസാദികൾ കഴിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ മത്സ്യമാംസാദികൾ ഉണ്ടാക്കുകയോ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. വീട്ടിൽ പൊങ്കാല ഇടുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ പരിസരവും അതുപോലെ തന്നെ ആ മുറ്റവും ഒക്കെ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ വ്രതം അനുഷ്ഠിക്കാനായിട്ട്. ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതിൻ്റേതായ രീതിയിൽ മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്, ഭക്ഷണം ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിച്ചാൽ മതിയാകും. ഇങ്ങനെ വീട് നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം കലശവെള്ളമോ അല്ലെങ്കിൽ ഗോമൂത്രമോ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൽപ്പം വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും കലർത്തിയ ശേഷം അത് തളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും പൊങ്കാല ഇടുന്ന സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം പൊങ്കാല ഇടാനായിട്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്കിത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പൊങ്കാല ഇടാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ആ ഒരു സമയത്തുള്ള അവിടെയുള്ള തിരക്കും കാര്യങ്ങളും, അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടായിരിക്കും പൊങ്കാല ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ലോഡ്ജിൽ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ടായിരിക്കും പൊങ്കാല ഇടുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾക്ക് അങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് തന്നെ പൊങ്കാല ഇടണം എന്ന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ വീട്ടിൽ പൊങ്കാല ഇടുന്നവർക്ക് അത് പാലിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു കാര്യം. അതായത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം വീട്ടിൽ നിന്ന് പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും, വീടിൻ്റെ മുൻവശത്ത് വെച്ചിട്ടായിരിക്കുമല്ലോ പൊങ്കാല ഇടുന്നത്, അപ്പോൾ വീടിൻ്റെ ദർശനം പടിഞ്ഞാറോട്ടാണ് അല്ലെങ്കിൽ വീടിൻ്റെ ദർശനം തെക്കോട്ടാണ്, അങ്ങനെയെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വേണോ പൊങ്കാല ഇടാൻ എന്നുള്ളത്. അല്ല, നിങ്ങൾ വീടിൻ്റെ ദർശനം ഏത് ദിശയിലും ആയിക്കോട്ടെ, നിങ്ങൾ കിഴക്കോട്ടേക്ക് ദർശനമായിട്ട് പൊങ്കാല ഇടുക.
ഇനി പൊങ്കാല അടുപ്പുകൾ കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം 3 കല്ലാണ് പൊങ്കാല അടുപ്പിനായിട്ട് വേണ്ടത്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ 6 കല്ലായിട്ടും വയ്ക്കാവുന്നതാണ്. ഈ പൊങ്കാല അടുപ്പ് കൂട്ടുന്ന സമയത്ത് വീടിൻ്റെ മെയിൻ ഡോറിന് നേരെ ആയിട്ട് പൊങ്കാല അടുപ്പ് കൂട്ടാനായിട്ട് പാടില്ല. ഒന്നുകിൽ വലതുവശത്തായിട്ടോ അല്ലെങ്കിൽ ഇടതുവശത്തായിട്ടോ വേണം അടുപ്പ് കൂട്ടാനായിട്ട്. മെയിൻ ഡോറിന് നേരെയായിട്ട് ഒരു കാരണവശാലും അടുപ്പ് കൂട്ടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അടുപ്പ് കൂട്ടാനായിട്ട് വേണ്ടത് ഇഷ്ടിക കല്ലുകളാണ്. നമ്മൾ സാധാരണ കല്ല് ഉപയോഗിച്ചിട്ടല്ല പൊങ്കാല അടുപ്പുകൾ നിർമ്മിക്കുന്നത്. ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് പൊങ്കാല അടുപ്പ് ഉണ്ടാക്കേണ്ടത്. ഇനി പൊങ്കാല കലത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പൊങ്കാല ഇടാനായിട്ട് പുതിയ കലം നിർബന്ധമാണ്. അതും മൺകലം തന്നെയാണ് വേണ്ടത്, സ്റ്റീലിൻ്റെ കലമല്ല. ചിലരെങ്കിലും സ്റ്റീലിൻ്റെ കലം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ മൺകലമാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയാണ് എങ്കിലല്ല, തീർച്ചയായിട്ടും മൺകലം തന്നെ, പുതിയൊരു മൺകലം തന്നെ പൊങ്കാല ഇടാനായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഉപയോഗിച്ച കലം ഒരു കാരണവശാലും പൊങ്കാലയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ കോടി വസ്ത്രം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ധരിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കോടി വസ്ത്രമില്ല എന്നുണ്ടെങ്കിൽ അലക്കി തേച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അടുപ്പ് കെട്ടുന്നതും അതുപോലെ തന്നെ കലമൊക്കെ നല്ല രീതിയിലൊന്ന് കഴുകി അതിൻ്റെ 4 ഭാഗത്തും ചന്ദനക്കുറിയൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കാം. അതിൻ്റെ വാഭാഗത്തായിട്ട് ഒരല്പം പൂവ് കൊണ്ട് ഒന്ന് അലങ്കരിക്കാം. അതിനുശേഷം അതിൽ വെള്ളം നിറച്ച് വെക്കാവുന്നതാണ്. ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടത് രാവിലെ, പൊങ്കാല ദിവസം രാവിലെ ഒരു 10 മണിയോടുകൂടി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കാം. ഒപ്പം തന്നെ പൊങ്കാല ഇടുന്നതിൻ്റെ വലത് ഭാഗത്തായിട്ട് മുന്നിലായിട്ട് നമുക്ക് ഗണപതിക്ക് വയ്ക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ആ ഒരു കാര്യം കൂടെ ചെയ്യണം. ഒരു വാഴയില, ഒരു നാക്കില വെട്ടി അതിലേക്ക് അവില്, മലര്, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, പഴം, അതിലേക്ക് ഒരു അഗർബത്തി കത്തിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിളക്ക് നിർബന്ധമാണ് കേട്ടോ. നിലവിളക്കാണ് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ 5 തിരിയിട്ട് കത്തിക്കാം. അതല്ല ചിരാതാണ് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരാതും കത്തിക്കാവുന്നതാണ്. ഒരു കാരണവശാലും നമ്മുടെ വീട് വൃത്തിയാക്കുക എന്നുള്ളതല്ലാതെ തലേ ദിവസം തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തു വയ്ക്കാൻ പാടുള്ളതല്ല. ചില ആൾക്കാർ തലേ ദിവസം തന്നെ അടുപ്പൊക്കെ കൂട്ടി കലമൊക്കെ എടുത്ത് വയ്ക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പൊങ്കാലയുടെ ദിവസം രാവിലെ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത്. അതുപോലെ തന്നെ പൊങ്കാലയുടെ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആറ്റുകാൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയോട് അനുഗ്രഹം വാങ്ങിക്കാവുന്നതാണ്. വീട്ടിൽ പൊങ്കാല ഇടാനുള്ള അനുവാദം അമ്മയോട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്. പൊങ്കാല ഇട്ട് കഴിയുന്നത് വരെ ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മരുന്ന് കഴിക്കണം, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കഴിക്കാം. നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ മാത്രം പൊങ്കാല ഇട്ട് കഴിയുന്നത് വരെ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് പണ്ടാര അടുപ്പിലേക്കാണ് ആദ്യം തന്നെ തീ പകരുന്നത്. ആ പണ്ടാര അടുപ്പിൽ നിന്നാണ് പൊങ്കാലയിലേക്കുള്ള മറ്റ് ഭക്തജനങ്ങൾക്ക് തീ പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 10:30 ശേഷമായിരിക്കും എല്ലാവർക്കും തീ ലഭിച്ചു തുടങ്ങുക. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മളും നമ്മുടെ അടുപ്പിലേക്ക് തീ കത്തിക്കേണ്ടത്. ഗണപതിക്ക് വെച്ച് കഴിഞ്ഞാൽ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിളക്ക് കൊളുത്താവുന്നതാണ്. ആ ഒരു വിളക്ക് ഒരു 10 കാലൊക്കെ ആഴുന്ന സമയത്തേക്കും വിളക്ക് കൊളുത്താം. ശേഷം നമ്മൾ ആ ഒരു കുറച്ച് സമയം പ്രാർത്ഥനയോടെ ഇരിക്കുക. ചിലർക്ക് സംശയം ഉണ്ടാകും, ഒരു വീട്ടിൽ ഒരു പൊങ്കാല അടുപ്പ് മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. വീട്ടിൽ ചിലപ്പോൾ 2-3 ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കക്കാർ എല്ലാവരും കൂടി ഒരു വീട്ടിൽ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഒരടുപ്പ് മാത്രമല്ല, നിങ്ങൾ എത്ര അടുപ്പ് വേണമെങ്കിലും ഒരു വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ അടുപ്പിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് അതായത് ഗണപതി ഒരുക്കായാലും വിളക്ക് തെളിയിക്കുന്നതായാലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഈ പണ്ടാര അടുപ്പിൽ നിന്ന് അഗ്നി പകരുന്ന സമയത്ത് നിങ്ങൾക്ക് TV-യിലോ ഫോണിലോ ഒക്കെ അറിയാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 10:35 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൽ നിന്നും
അഗ്നി നിങ്ങളുടെ അടുപ്പിലേക്ക് പൊങ്കാല അടുപ്പിലേക്ക് പകരാവുന്നതാണ്. ഇനി പൊങ്കാല ഇടേണ്ട രീതി കൂടെ ഒന്ന് പറഞ്ഞു തരാം. ആദ്യം പൊങ്കാല കലത്തിൽ നമ്മൾ വെള്ളമാണ് വെക്കുന്നത്. വെള്ളം വെച്ച് പൊങ്കാല അടുപ്പിൽ തീ പടർന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരി കഴുകി അതിലേക്ക് ഇടുക. കഴുകി ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും നമ്മൾ ഇളക്കാൻ പാടുള്ളതല്ല. നന്നായിട്ട് തിളച്ച് തൂകുന്ന സമയത്താണ് ആ ഒരു പൊങ്കാലയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ ആ ഒരു പൊങ്കാല നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നതാണ്. ആ ഒരു സമർപ്പണം എന്ന് പറയുന്നത് ആ പൊങ്കാല തിളച്ച് തൂവുന്നതാണ്. നന്നായിട്ട് തിളച്ച് തൂവിയ ശേഷം നമുക്ക് ഒരു കയ്യിൽ കൊണ്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ശേഷം അരി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു വട്ടം കത്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു അഗ്നി കെട്ടുപോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി എങ്ങാനും കെട്ടുപോയാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അണഞ്ഞു പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ വീടുകളിൽ പൊങ്കാല ഇടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു പൊങ്കാല സമയം മുതൽ, അതായത് നമ്മൾ 10 മണിക്ക് ഈ ഒരു ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പൊങ്കാല തീരുന്നത് വരെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പൊങ്കാല അടുപ്പിലേക്ക് അരി ഇടുന്ന സമയത്ത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഇടുമല്ലോ. കഴുകി വെച്ച അരിയിൽ നിന്ന് ഒരു പിടി അരി ആദ്യം തന്നെ എടുത്ത് നെഞ്ചോട് വെച്ച് പ്രാർത്ഥിച്ച് കലത്തിന് 3 തവണ ഉഴിഞ്ഞു വേണം നമ്മൾ ആദ്യത്തെ അരി അതിലേക്ക് ഇടാനായിട്ട്. അതുപോലെ തന്നെ 3 വട്ടം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. ശേഷം ബാക്കിയുള്ള അരി നമുക്ക് അതുപോലെ തന്നെ കലത്തിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി പൊങ്കാലയൊക്കെ കഴിഞ്ഞു നേദിക്കേണ്ട ഒരു സമയം, അതും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായിട്ട് TV-യിൽ നിന്നോ ഫോണിൽ നിന്നോ ഒക്കെ അറിയാനായിട്ട് സാധിക്കും. തിരുവനന്തപുരത്തൊക്കെ പോയി പൊങ്കാല ഇടുന്നവർക്കാണെങ്കിൽ പുണ്യാഹം തെളിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പൊങ്കാല അവിടെ പൂർണ്ണമാവുകയുള്ളൂ. പക്ഷെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കതിന് സാധിക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. ആ പാത്രത്തിൽ ഒരല്പം വെള്ളവും അതിലേക്ക് ഒരു തുളസിക്കതിരും ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു സമയത്തിൻ്റെ അറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് TV-യിലോ ന്യൂസിലോ ഒക്കെ നമ്മൾ ഈ ഒരു സമയം മനസ്സിലാക്കി, നിവേദ്യത്തിൻ്റെ സമയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ പൊങ്കാലയിലേക്ക് ഈ തുളസിക്കതിരിൽ നിന്ന് ഒരല്പം വെള്ളം മുക്കി തളിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ പൊങ്കാല സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു. ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ പൊങ്കാല ഇടുന്ന ആൾക്കാർക്കും ലഭിക്കുന്നതായിരിക്കും. ഈ പൊങ്കാലയുടെ പ്രസാദം നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. പ്രസാദമാണ്, എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നത്ര ആളുകൾക്ക് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും ഒരല്പം പോലും വേസ്റ്റാക്കി കളയാൻ പാടുള്ളതല്ല. പിന്നെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും, നമ്മൾ അവിടെ പോയി ഇടുന്ന പൊങ്കാല വേറെയാണ്, വീട്ടിലിടുന്നത് വേറെയാണ് എന്നുള്ളത്. നിങ്ങളുടെ സാഹചര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കാത്തത് കാരണമാണ്. അത് ഭഗവതി മനസ്സിലാക്കും. പൂർണ്ണ വിശ്വാസത്തോടുകൂടി പൊങ്കാല അർപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിൽ സംശയം വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാവില്ല. പൂർണ്ണ വിശ്വാസത്തോടെ അമ്മ നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ ഈ പൊങ്കാല അമ്മ സ്വീകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങളും വീട്ടിൽ പൊങ്കാല ഇട്ടോളൂ. ഉറപ്പായിട്ടും നിങ്ങളും ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും. ആ കാര്യം വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. കാരണം പൊങ്കാല ഇടണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഒരു പല കാരണങ്ങൾ കാരണം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നുള്ളവർക്ക് ഇത് വലിയൊരു ഹെൽപ്പാവും. കൊറോണയുടെ സമയത്തൊക്കെ എല്ലാവരും വീടുകളിൽ തന്നെയാണ് പൊങ്കാല ഇട്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ പറ്റാത്ത സാഹചര്യങ്ങളിൽ ദേവി അത് മനസ്സിലാക്കും എന്ന് നിങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.